എൻ്റെ പൗരോഹിത്യം ശുശ്രൂഷ പൗരോഹിത്യമാണ്. ഞാനൊരു മെത്രാനാണ്. ഒരു മെത്രാൻ എന്ന് പറഞ്ഞാൽ, ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വലിയൊരു പ്രതിസന്ധി, അറിയാതെ സഭയ്ക്കുള്ളില് ക്ലറിക്കലിസവും പ്രസ്ബിറ്ററോക്രസിയും വളർന്നു വന്നിട്ടുണ്ട്. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ എന്തോ വേറൊരു ദൈവമാന്നുള്ള രീതിയിൽ, മെത്രാൻ എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവം. അങ്ങനെ ഇല്ല. മാമോദീസയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കുദാശ. മാമോദീസായിലൂടെ എല്ലാവരും പൊതു പൗരോഹിത്യം സ്വീകരിച്ചവരാ. അവർ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത്. ആ ബലിക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ഈ മെത്രാനോ അച്ഛനോ ഒക്കെ. അതിൽ കൂടെ റോളില്ല. ശുശ്രൂഷ പൗരോഹിത്യം തന്നെയാണ് അതിന്റെ പേര്. പൊതു പൗരോഹിത്യം എന്ന് പറയുന്നത് എല്ലാ മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കുള്ള പൗരോഹിത്യമാണ്. അതാണ് പ്രാധാന്യം. അത് എനിക്കുണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. പക്ഷെ ഇന്ന് അറിയാതെ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ അമിതമായിട്ട് കൊടുക്കേണ്ടതിൽ ഉപരി ബഹുമാനം കൊടുത്തോട്ടെ, നല്ലതാണ്. പക്ഷെ കൊടുക്കേണ്ടതിൽ ഉപരി ബഹുമാനം കൊടുത്തുകൊണ്ട് ഇന്ന് അറിയാതെ ഈ അച്ഛന്മാരും മെത്രാന്മാരും ഇവർക്കിങ്ങനെ ഒരു ക്ലറിക്കലിസം, ഒരു രാജകീയ രീതിയിലേക്ക് ആൾക്കാർ കൊണ്ടുവന്ന. ഞാൻ പറയുന്നത് ആളുകൾ ചെയ്ത തെറ്റാന്ന് പറയുന്നത്. ഞാൻ പണ്ടൊന്നും അതിനെ വിമർശിച്ചില്ല. പക്ഷേ ഇന്നിപ്പോ കുറച്ചിന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. അവരുടെ ദൗത്യം അവർ മനസ്സിലാക്കുന്നില്ല. ഓരോ അൽമായിനും അവൻ കർത്താവിന്റെ പുരോഹിതനാണ്. പൊതു പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തിയാണ് മാമോദിസായിലൂടെ. അവനും കൂടി ചേർന്നാണ് ബലി അർപ്പിക്കുന്നത്. ഈശോ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കമാൻഡ്മെന്റ് ആണ്, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആ സഭ ഒരുമിച്ച് ബലി അർപ്പിക്കുമ്പോൾ, യേശുവിനോട് ചേർന്ന് ബലി അർപ്പിക്കുമ്പോൾ അതില് ആ പുരോഹിത ഗണത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള ദൗത്യമാണ് മെത്രാന്. ഈ ചുമന്ന അരക്കെട്ടൊക്കെ കെട്ടി അല്ലെങ്കിൽ തൊപ്പി വെച്ച് വടിക്ക് പിടിച്ച എന്തോ ഒരു രാജാവ് പോലെ ആയിട്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, ഒരു ടെമ്പറൽ തലത്തിലുള്ള ഒരു ചിന്ത ഇന്ന് ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അറിയാതെ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് എന്തെങ്കിലും ഒരു പോരായ്മ ഞങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് അൽമായർക്ക് ഭയങ്കര ഉതപ്പാണ്. കാരണം നിങ്ങൾ വേറെ എന്തോ രീതിയിലേക്ക് ഞങ്ങളെ പറ്റി ചിന്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ പോലൊരു സാധാരണ വ്യക്തിയാണ്, എല്ലാ ബലഹീനതകളുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി സഭയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാ ദൈവവിളി നല്ലതാണ്. എന്റെ കുടുംബജീവിതം മോശമാണ്, അത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൊതു പൗരോഹിത്യം എന്നുള്ള ചിന്ത ശരിക്കും ആഴത്തിൽ പതിഞ്ഞാൽ തന്നെ ഇന്നത്തെ പകുതി പ്രശ്നങ്ങൾ തീരും. ഇനിയെങ്കിലും ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെ റോള് ഒന്ന് കുറച്ച് അത്രയും ഒരു രാജകീയ പദവി കൊടുക്കാതിരുന്ന തന്നെ പകുതി പ്രശ്നം തീരുന്ന എനിക്ക് തോന്നുന്നു. നമ്മൾ സാധാരണ ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തി, ആ ഒരു കാഴ്ചപ്പാട് ശരിക്കും എല്ലാവർക്കും എനിക്കും ഉണ്ടാവണം. അത് ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നം തീരും. ഈഗോ ക്ലാഷാണ്. ആ ഈഗോ ക്ലാഷിനെ അവസാനിപ്പിച്ചുകൊണ്ട് ഈശോയിലേക്ക് വരാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി. ഞാനൊന്നും ഈ വലിയെന്നുള്ള ചിന്ത വേണ്ട. ഈശോയാണ് വലുത്. അവൻ വളരണം, ഞാൻ കുറയണം. ഈ ഒരു വാചകം നേരമെടുത്ത അന്ത്യാവോളം ഉരുവിട്ട എല്ലാ പ്രശ്നവും തീരുന്ന എനിക്ക് തോന്നുന്നു. ഈശോ മാറി, ഈഗോ കയറി. ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഈ വലിയ ഉതപ്പ് ഇല്ലാതാക്കാനായിട്ടും പരിശ്രമിക്കണം, കൂട്ടായ്മ വളർത്തിയെടുക്കണം. അതാണ് തോമാസ് ലീഹ നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസ പൈതൃകം. അത് ഉറച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.